ഈ യാത്രയ്ക്ക് ഞാൻ ആക്ച്വലി ഈ ഒരൊറ്റ കുഞ്ഞ് ബാഗ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ഇത് വലിയൊരു ബാക്ക് പാക്ക് ഒന്നുമല്ല, ചെറിയൊരു ബാക്ക് പാക്കാണ്. ഞാനിപ്പോൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. രാവിലെ ടാക്സി കിട്ടാൻ വലിയ പാടാണ്. നമ്മൾ സാധാരണ ഈ സമയത്ത് അങ്ങനെ ടാക്സി എടുത്ത് ഒരു സ്ഥലത്തോട്ട് അങ്ങനെ പോകുന്നത് വളരെ കുറവല്ലേ. അപ്പം ഗോജക്, ഗ്രാബ് ഈ 2 ആപ്പാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഇത് ടാക്സിയൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി. ഞാൻ ഗ്രാബ് കുറേ നേരം നോക്കി, പിന്നെ ഗോജക്കും ആ സമയത്ത് നോക്കുന്നുണ്ടായിരുന്നു. അവസാനം ഗോജക്ക് കിട്ടി, എന്നിട്ട് ഗ്രാബ് ക്യാൻസൽ ചെയ്തു. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ 2 ആപ്സും ഒരുമിച്ച് ട്രൈ ചെയ്യണം. എന്നിട്ട് ആദ്യം കിട്ടുന്നത് അത് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് രണ്ടാമത്തെ അത് ക്യാൻസൽ ചെയ്താൽ മതി. ഈ യാത്രയ്ക്ക് ഞാൻ ആക്ച്വലി ഈ ഒരൊറ്റ കുഞ്ഞ് ബാഗ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ഇത് വലിയൊരു ബാക്ക് പാക്ക് ഒന്നുമല്ല, ചെറിയൊരു ബാക്ക് പാക്കാണ്. അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ടാക്സി വന്നു. അപ്പോൾ അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഇവിടെ സിംഗപ്പൂർ ചാങ്ങി എയർപോർട്ടിൽ വന്നു. ഞാൻ ബാറ്റിക് എയറിലാണ് കേട്ടോ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു എയർലൈൻസിൽ യാത്ര ചെയ്യുന്നത്. ചെക്ക് ഇൻ ചെയ്യാനുള്ള തിരക്കാണ് കേട്ടോ ഇത്. നല്ല ക്യൂ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞു. അവർ പറഞ്ഞു റിട്ടേൺ ടിക്കറ്റ് മസ്റ്റാണ്. അപ്പോൾ ഞാൻ റിട്ടേൺ ടിക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് രാജ്യത്തോട്ട് ഫോറിൻ കൺട്രീസിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും റിട്ടേൺ ടിക്കറ്റ് മസ്റ്റാണ്. ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല തിരക്കാണ്. എന്താണെന്ന് അറിയത്തില്ല, അവിടെ വേറെ മെഷീനൊന്നും ഇല്ലായിരുന്നു. സോ മാനുവൽ ചെക്ക് ഇൻ ആണുള്ളത്. നല്ല തിരക്കായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. പക്ഷേ ഇറ്റ്സ് ഓക്കെ, എല്ലാം സ്മൂത്തായിരുന്നു. അതുകൊണ്ട് ഈ ഒരു മേളിൽ കാണുന്ന റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, പാരഡൈസ് ഡൈനാസ്റ്റി, ഇത് നല്ലൊരു റെസ്റ്റോറൻ്റ് കേട്ടോ, അടിപൊളിയാണ്. ചൈനീസ് റെസ്റ്റോറൻറ്റാണ്. നമ്മൾ ട്രൈ ഒക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ ചാങ്ങി എയർപോർട്ട് ടെർമിനൽ 3-ലാണുള്ളത്. ഇവിടെ കയറി വരുമ്പോഴേ ലൂയി വിട്ടൻ്റെ ഒരു വലിയൊരു ഷോപ്പാണ് കാണുന്നത്. അതിൻ്റെ ഇപ്പുറത്താണ് ഈ ഒരു ലോട്ടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. പിന്നെ ഇവിടെയും ഒരു കോസ്മെറ്റിക് പെർഫ്യൂംസിൻ്റെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുണ്ട്. സിംഗപ്പൂർ ഇമിഗ്രേഷൻ ഇപ്പോൾ ഭയങ്കര എളുപ്പമാണ്. ഫേസ് റെക്കഗ്നൈസേഷനാണ്, പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആദ്യം വന്ന് ഫേസ് കാണിക്കുക, പിന്നെ നമ്മൾ ഫേസ് കാണിക്കുക, 2 തവണ ഫേസ് കാണിച്ച് കഴിയുമ്പോൾ ഗേറ്റ് ഓപ്പൺ ആവും. അപ്പം ഇനിയിപ്പോൾ ഭാവിയിൽ നമുക്ക് പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ലേ, എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല അല്ലേ. അടിപൊളിയല്ലേ. അതുകൊണ്ട് ഇവിടെ ഒരു സിംഗപ്പൂർ എയർലൈൻസ് ടാക്സി ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ, അതിങ്ങനെ വലിച്ചുകൊണ്ട് കൊണ്ടുപോകും അടുത്ത സ്ഥലത്ത് അത് പാർക്ക് ചെയ്യാൻ വേണ്ടി. ഇത് മൊത്തം സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഏരിയ കേട്ടോ. നമുക്ക് പോകേണ്ടത് അങ്ങ് സ്ഥലമാണ്. അതുകൊണ്ട് അവിടെയാണ് ബാറ്റിക് എയർലൈൻസ് ഉള്ളത്. എനിക്ക് ഈ TWGയുടെ ഷോറൂം കാണുമ്പോൾ എപ്പോഴും ഒരു ഭയങ്കര ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നുന്നത്. ഇതുണ്ടോ, ഇവിടെ സ്വർണ്ണ കട്ടികൾ വെച്ചേക്കുന്ന പോലെയാണ് ഇവിടെ ഈ ഒരു മൊറോക്കൻ ടീ വെച്ചേക്കുന്നത്. നോക്കി, അടിപൊളിയല്ലേ. അങ്ങനെ വേണം ഷോപ്പാണെങ്കിൽ. പ്രീമിയം ലുക്ക് വരാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ആ കാണുന്ന അത് ബച്ച കോഫി, അതും അടിപൊളിയാണ്. നല്ല അടിപൊളിയായിട്ടാണ് ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ചെറിയൊരു ചായക്കടയാണ് അവർ ഇത്രയും നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത്. നോക്കി എന്ത് രസം. നോക്കി, നമുക്ക് A18 എന്ന് പറയുന്ന ഗേറ്റിലാണ് പോകേണ്ടത് കേട്ടോ. ഇതിപ്പം A1 ആയതേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇനി ഒത്തിരി നടക്കണം. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ എസ്കലേറ്റർ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ട്രെയിൻ എടുക്കാം. ഞാനിവിടെ കയറിയപ്പോഴേ കണ്ടതാണ് ഫ്രീ സിംഗപ്പൂർ ടൂർ. ഉണ്ട് ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ഈ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. ആ ഫ്രീ സിംഗപ്പൂർ ടൂർ എന്ന് പറയുന്നത് ബേസിക്കലി ട്രാൻസിറ്റ് പാസഞ്ചേഴ്സിന് വേണ്ടി ഓർഗനൈസ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ട്രാൻസിറ്റ് പാസഞ്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കൗണ്ടറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ഫ്രീ സിംഗപ്പൂർ ടൂർ നമുക്ക് എടുക്കാം. SG60യുടെ ഭാഗമായിട്ടാണ് ഞാനിപ്പം അൾട്ടിമേറ്റ് സിംഗപ്പൂർ ടൂർ ഞാനിപ്പോൾ ചെയ്യുന്നത്. അതായത് 60 പ്ലേസസ് നമ്മൾ 1 മിനിറ്റ് ഷോർട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമാണ് ഞാനത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എസ്കലേറ്റർ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ സ്കൈ ട്രെയിൻ ഉണ്ട്. അപ്പം നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്നത് A18 ആയതുകൊണ്ട് ഇവിടെ നിന്ന് സ്കൈ ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് നമ്മൾ പോകുന്നത്. കണ്ടോ, ഇത് എയർപോർട്ടിൻ്റെ അകത്തുള്ള ഒരു ട്രെയിൻ സർവീസാണ് കേട്ടോ. ഗൈസ്, ഇതാണ് സ്കൈ ട്രെയിൻ. സാധാരണ നമ്മുടെ ഒരു ട്രെയിൻ പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ എയർ ഹോസ്റ്റസും പൈലറ്റ്മാരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ട്രെയിൻ സൗകര്യം യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രെയിൻ സർവീസാണിത്. ഓക്കെ, ഡോർ അടച്ചു. ഇനി ട്രെയിൻ ഇങ്ങോട്ടങ്ങ് പോകും. ഇതെല്ലാം ടെർമിനലിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ
ഇവിടുന്ന് ഇതിൻ്റെ അകത്തൂടെ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ട്രെയിൻ സർവീസ് ഉള്ളത്. സിംഗപ്പൂരിൽ ഈ ഒരു ട്രെയിൻ സർവീസൊക്കെ വന്നിട്ട് വർഷങ്ങളായി കേട്ടോ. ഇത് കാരണം അവർ നോക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ വരുന്ന പാസഞ്ചർക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ചാങ്ങി എയർപോർട്ടിലുണ്ട്. ചാങ്ങി എയർപോർട്ട് അതുകൊണ്ടാണ് വൺ ഓഫ് ദി ബെസ്റ്റ് എയർപോർട്ട് ഇൻ ദ വേൾഡ് ആയത്. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് വന്നു. ഇത്രേ ഉള്ളൂ, ഇവിടം വരെ ഉള്ളൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും കണ്ടോ. ഇനിയിപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടെ കണ്ടോ, ഇത് 21 ആണ്. എനിക്കിപ്പോൾ പോകേണ്ടത് A18 വളരെ സിമ്പിളല്ലേ. സിംഗപ്പൂർ ചാങ്ങി എയർപോർട്ടിൽ പ്ലേ ഗ്രൗണ്ട് കണ്ടോ. ഇത് മസാജ് ചെയർ, ഇതുണ്ട്, ഇത് പ്ലേ ഗ്രൗണ്ട്. ഇതൊക്കെ നമ്മുടെ എയർപോർട്ടിൽ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ? ഐ മീൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ. അതുകൊണ്ട് ഇപ്പം നമ്മൾ സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞിട്ട് കയറി വരുമ്പോണ്ടല്ലോ, ഇതുകൊണ്ട് ഇവിടെ ഒരു ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കടയുണ്ട് കേട്ടോ. ഇതൊരു AI പവേർഡ് അൺമാൻഡ് ടെക്നോളജി ഷോപ്പാണിത്. ടാപ്പ്, ഗ്രാബ് ആൻഡ് പേ, യുനോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ടാപ്പ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ അകത്ത് കയറി ഈ സാധനം എടുക്കുക, എന്നിട്ട് ഇറങ്ങി പോവുക. ഈ ഒരു ഷോപ്പിനകത്ത് ഡ്രിങ്ക്സ്, പിന്നെ ഈ സ്വീറ്റ്സ്, നൂഡിൽസ് അങ്ങനെയെല്ലാം ഉണ്ട്. ഇതുണ്ടോ അവിടെ ബിയർ തന്നെ എല്ലാ കാറ്റഗറിയിലുള്ള ബിയറും ഉണ്ട് കേട്ടോ. എല്ലാ ബ്രാൻഡ്സിൻ്റെയും ബിയറും പിന്നെ ഡ്രിങ്ക്സ് അതെല്ലാം ഉണ്ട്. ഇത് ജസ്റ്റ് നമ്മളിവിടെ ടാപ്പ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് കയറുക, എന്നിട്ട് തിരിച്ച് നമ്മൾ ഇറങ്ങുക. കണ്ടോ, വാക്ക് ഇൻ വാക്ക് ഔട്ട്. ഇപ്പോൾ ബോർഡ് ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവുക. ഇപ്പോൾ കറക്റ്റ് ഓൺ ടൈമാണ് കേട്ടോ. ഇത് ഇപ്പോൾ കുലാലംപൂർ ബാറ്റിക്കായ 10:20 ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ 10 മണിയായി. അപ്പോൾ ഇത് സിംഗപ്പൂർ ടു കുലാലംപൂർ. മലിൻഡോ എയറാണ് ഇവിടെ നിന്ന് ഇപ്പോൾ പോകുന്നത്. ബാറ്റിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മലിൻഡോ എയറാണ് ഫ്ലൈറ്റ്. എന്താ അവിടെയാണ് ഫ്ലൈറ്റ് കിടക്കുന്നത്. സിംഗപ്പൂരിൽ നിന്ന് നമ്മൾ കുലാലംപൂർ പോകുമ്പം നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിലും നമുക്ക് വിസ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നേരെ പോകാം. പ്ലീസ് യൂസ് ഡോർ B. കൊള്ളാലോ. ചെറിയ ഫ്ലൈറ്റ് ആണെങ്കിലും നല്ല രസമായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇവരുടെ ബിസിനസ് ക്ലാസ്. ഇത് നോർമൽ ഇതാണ്. ഓ ഗൈസ്, കയറിയിരുന്നു. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. നല്ല അടിപൊളി ഒരു സീറ്റാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. 15F ആണ്. അപ്പോൾ നമുക്ക് നേരെ വിങ്സ് കാണാം. ഇതുണ്ടോ, സീറ്റൊന്നും കുഴപ്പമില്ല. ഇതുണ്ടോ, എനിക്ക് നല്ല ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ. എനിക്ക് കാല് ഇതുകൊണ്ട് ഇങ്ങനെ വെക്കാം. ഇത് കൊള്ളാലോ. എനിക്ക് നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അടിപൊളി അല്ലേ. ഇതെനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഈ സ്ക്രീൻ ഇത് വർക്ക് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ട്രേ ഉണ്ട്. കൊള്ളാം. ഇത് എമർജൻസി എക്സിറ്റിൻ്റെ ഈ ഒരു ഭാഗമായിട്ടുണ്ടാകും തോന്നുന്നു. ഇത്രയും ഒരു നീളം. അടിപൊളി. എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ. ഇത് എമർജൻസി എക്സിറ്റിൻ്റെ ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ലെഗ് സ്പേസ് നല്ലവരുള്ളത്. ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. എമർജൻസി എക്സിറ്റ് എടുക്കുകയാണെങ്കിൽ ഇത്രയും ലെഗ് സ്പേസ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. നമ്മൾ പല യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും ഈ യാത്ര എന്തുകൊണ്ടാണ് ഞാനത് ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഒരു സോളോ ട്രിപ്പ് നമ്മൾ പോകുമ്പം, അതായത് ഇവിടെ സിംഗപ്പൂരിൽ നിന്ന് നമ്മൾ വേറൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോകുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സോളോ ട്രിപ്പിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു യാത്രയ്ക്ക് വേറൊരു പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഫ്ലൈറ്റ് ആക്ച്വലി ഫുള്ളല്ല. കാരണം ഇപ്പം എൻ്റെ ഈ ഇപ്പുറത്ത് നടുക്ക് ഒരു സീറ്റുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറേ സീറ്റ് അവൈലബിളാണ്. ഇപ്പോൾ സമയം ആക്ച്വലി 10:20ക്കാണ് പോകുന്നത്. എയർ ഹോസ്റ്റസ് വന്നിട്ട് ഇപ്പം സെക്യൂരിറ്റി എമർജൻസി എക്സിറ്റിൻ്റെ ബ്രീഫിങ് നടത്തിയത്. അവരിങ്ങനെ പടപടയെന്ന് എന്തോ പറഞ്ഞു, ആർക്കൊന്നും മനസ്സിലായില്ല. അത് ഇറ്റ്സ് ബെറ്റർ നമ്മൾ ഇവിടെ ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വായിച്ച് നോക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ടുള്ള ഗേറ്റ് കണ്ടുപിടിക്കണം. എവിടെയാണ്? അപ്പോൾ ഗൈസ്, നമ്മൾ പോകുന്ന സ്ഥലം ഇതാണ്. G1 നമുക്ക് പോകേണ്ടത്. വി ആർ ഗോയിങ് ടു
Krabi. Yay! Don't waste time. Just go to your gate as soon as possible. ഇത് നമ്മുടെ സിംഗപ്പൂരൊക്കെ കാണുന്ന അതേ ട്രെയിൻ തന്നെയാണ്. ഒരു കുഞ്ഞു ട്രെയിനാണ് കേട്ടോ. ഇരിക്കാൻ സീറ്റുകൾ ഏതാണ്ട് 4 ബാക്കിയെല്ലാം നമ്മളിങ്ങനെ ആൾക്കാരിങ്ങനെ നിൽക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ഡ്യൂട്ടി ഫ്രീ. എറാമാൻ ഡ്യൂട്ടി ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഈ ട്രാൻസിറ്റ് ഏരിയയിൽ തന്നെയുണ്ട്. ചോക്ലേറ്റ്സ്, ടൊബാക്കോ, ലിക്കർ ഇതെല്ലാം കിട്ടും. ഗൈസ് ജി എന്ന് പറയുന്നത് ഇതുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ഇതുണ്ട് ഇവിടെ എല്ലാം ഡ്യൂട്ടി ഫ്രീ ഷോപ്സും ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട് കേട്ടോ. എന്നാൽ ഞാനത് പെട്ടെന്ന് കാണിച്ച് നമ്മൾ കയറി കേട്ടോ. കാരണം ഇവിടെ റിയലി നമുക്ക് ഭക്ഷണം കഴിക്കാനോ ഒന്നും സമയമില്ല. ഓക്കെ, ഇത് ഞാനാണ് ഏറ്റവും ലാസ്റ്റ് പാസഞ്ചർ കേട്ടോ. ഇവിടുന്ന് ഇനിയിപ്പോൾ ബസ് കയറി വേണം അകത്തോട്ട് പോകാൻ. ഓൾറൈറ്റ് ഗൈസ്, നമ്മളിപ്പം ബാറ്റിക് എയറിൻ്റെ കുലാലംപൂരിൽ നിന്ന് ക്രാബിക്കുള്ള എയർലൈൻസാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇത് എനിക്കൊന്ന് ഇത് ബഡ്ജറ്റ് എയർലൈൻസാണ്. നമ്മളിങ്ങനെയൊക്കെ വന്നിട്ട് ഇറങ്ങേണ്ടത്. മഴയാണെങ്കിൽ നമ്മൾ പെട്ടുപോയാണ്. ഞാൻ ഒത്തിരി നാൾ കൂടിയാണ് ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് വന്ന് കയറുന്നത്. അതായത് ഇങ്ങനെ ബസ്സിന് വന്നിറങ്ങി നേരെ വന്ന് ഫ്ലൈറ്റിൽ കയറുന്നത്. ചിലപ്പം നമ്മൾ ഈ ഒരു ഡെസ്റ്റിനേഷനിലൊക്കെ പോകുമ്പം നമ്മൾ കൂടുതലും ബഡ്ജറ്റ് എയർലൈൻസാണ് ഉള്ളത്. അപ്പം അവർക്ക് ഇങ്ങനത്തെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രയുള്ള അവർ ചാർജ് ചെയ്യുന്നുള്ളൂ. നമ്മൾ മുമ്പ് കണ്ട അതേ ഫ്ലൈറ്റ് അതേ സെറ്റപ്പാണ്. ശരിക്കുമുള്ള ലെഗ് റെസ്റ്റ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ എനിക്ക് എമർജൻസി എക്സിറ്റ് ഒന്നുമല്ല കിട്ടിയിരിക്കുന്നത്. ഇത് നോർമൽ ഇതാണ്. ഈ ഫ്ലൈറ്റ് ആക്ച്വലി ഫുള്ളാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് ക്രാബി കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ പിന്നെ വിസ, ഇമിഗ്രേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഓൾറൈറ്റ് ഗൈസ്, അപ്പം നമ്മൾ ക്രാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. താങ്ക് യു ബൈ. നല്ല പൊരിഞ്ഞ വെയിലാണ് ഗൈസ്. ആഹാ, ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ബസ് എടുത്ത് നമ്മൾ അങ്ങോട്ട് പോകണം. ഇതാണ് ആ ബസ്. ഇത്ര നേരം ഇരിക്കല്ലായിരുന്നു, ഇനി ഇച്ചിരി നേരം നിൽക്കാം. ഇതാണ് ഗൈസ് ക്രാബി ഇൻ്റർനാഷണൽ എയർപോർട്ട്. പട്ടായ ഏവിയേഷൻ്റെ വലിയൊരു ബസ് കിടക്കുന്നുണ്ടോ. ഇതിപ്പം നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഇവരുടെ മെയിൻ ബിൽഡിങ്ങിലോട്ട് നമ്മൾ എത്തി കേട്ടോ. ഇതാണ്, ഇവിടെയാണ് അറൈവൽസ്. ഓക്കെ, അപ്പം നമ്മൾ ഇറങ്ങി. ഇതുണ്ട്, ഇവിടെയാണ് അറൈവൽസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് എസ്കലേറ്റർ എടുത്ത് നമ്മൾ മുകളിലോട്ട് പോകണം. ഈ ഒരു ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ തോന്നുന്നു കേട്ടോ ഇപ്പം വന്നത്. കാരണം ആ ഒരൊറ്റ ബസ്സും പിന്നെ അവിടെ ആ ഒരു ഫ്ലൈറ്റ് മാത്രമേ കിടക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇതുണ്ട് ഇങ്ങനെയൊരു സംഭവം. ഇത് ആക്ച്വലി മേളിൽ നിന്ന് അത് വെള്ളം വീഴുന്നത്. കൊള്ളാം. ഓക്കെ, ഞാൻ 2 ചിക്കൻ ഇത് മേടിച്ചു. അത് കഴിക്കാമല്ലോ. ഹൗ മച്ച്? 35 ബാർ. ഓക്കെ, ഞാനിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാനൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രാബ് വഴിയാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അവർ നമ്മൾ ചാറ്റ് ചെയ്ത് ഫോട്ടോയൊക്കെ നമുക്ക് അയച്ചു തരും. അപ്പോൾ ഈ പുള്ളിയുടെയാണ് കാറ്. പുള്ളി ഈ കാറ് ഇതിൻ്റെ അകത്ത് പാർക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യണം. പുള്ളി വന്നിട്ട് എന്നെ പിക്കപ്പ് ചെയ്ത് പോകും. എനിക്ക് തോന്നുന്നത് ഇവർക്ക് ആ സൈഡിൽ മൊത്തം ഇവിടുത്തെ ടാക്സിക്കാരാണ്. അപ്പം അവിടെ വന്ന് കച്ചറ ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവരിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. ഞാൻ പോകുന്ന ഹോട്ടൽ കൊക്കോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലാണ്. ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ മിച്ചമുണ്ട് കേട്ടോ. ഏകദേശം $15 ഗ്രാബിൽ കാണിച്ചത്. ഓക്കെ ഗൈസ്, 4050 എന്ന് പറയുന്ന ഈ ഒരു ടൊയോട്ടയുടെ വണ്ടിയാണ്. ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാണ്. ഏഷ്യൻ കൺട്രി അല്ലേ, അപ്പോൾ നല്ല ചൂടാണ്. പക്ഷേ ഇടയ്ക്ക് ഇച്ചിരി മഴയും കാര്യങ്ങളും ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഏകദേശം കയറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇവിടെ കഴിയുമ്പോൾ അവിടെ എത്തും. ഇതിപ്പം നമ്മൾ ഒരു ടൗണിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ടൗണിൽ ഇഷ്ടംപോലെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഞാൻ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് ഈ ഒരു കൊക്കോട്ടൽ, ഇതാണ് കേട്ടോ ഈ കൊക്കോട്ടൽ എന്ന് പറയുന്ന ഹോട്ടൽ. താഴെയൊക്കെ കുറേ കഫേയൊക്കെ ഉണ്ട്, കഫേ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. ഞാനിവിടെയാണ് ഇപ്പോൾ ഇന്ന് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്, കൊക്കോട്ടൽ.
ഇവിടുന്ന് ഷട്ടിൽ സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പാസ്പോർട്ട് എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ റൂമിലോട്ട് പോകും. ഇത് ബെഡ് ആൻഡ് കഫേ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ. നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് നേരെ റൂമിലോട്ട് പോകാം.